രമ്യ നമ്പീശൻ ബിഗ് ബോസ് ഹൗസിൽ 5 വൈൽഡ് കാർഡ് എൻട്രീസ് ബിഗ് ബോസ് ഹൗസിലേക്ക്. ഇത് തകർക്കുമോ അതോ പൊളിക്കുമോ? അതുപോലെ രേണുവിനെ ടാർഗറ്റ് ചെയ്തിട്ടാണോ മസ്താനി അവിടെ എത്തിയിരിക്കുന്നത്? അനുമോൾ ആര്യനും ജിസൈലിനുമെതിരെ രംഗത്ത്. ഇത് കേട്ട് പാഞ്ഞെടുത്ത് അനുമോൾക്ക് നേരെ ആര്യൻ. സോ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ വൈൽഡ് കാർഡ് എൻട്രി കയറിയിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക്. 5 പേരാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത്. അവരുടെ എൻട്രിയും അവരെ സ്വീകരിക്കുന്ന രീതിയും ഡാൻസും പാട്ടും ഒക്കെ വളരെ രസകരമായിട്ട് തോന്നി. ഇടയ്ക്ക് നല്ലൊരു റിലാക്സേഷൻ തന്ന ഒരു രംഗങ്ങളായിരുന്നു അതെല്ലാം. ഈ ഒരു കരച്ചിൽ കാർഡിനും വഴക്കിനും എല്ലാം മസ്താനി, ആകാശ്, സാബു, പ്രവീൺ, ജിഷിൻ ഇവരൊക്കെയായിരുന്നു, ലക്ഷ്മി ഇവരൊക്കെയായിരുന്നു 5 വൈൽഡ് കാർഡ് എൻട്രീസ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത്. അവരുടെ എൻട്രിയുമായിട്ട് അനുബന്ധിച്ച് ഒരുപാട് പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. നിവിൻ ഡാൻസ് കളിച്ചത്, അതുപോലെ തന്നെ ജിഷിൻ, ഷാനവാസ് ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെ ഡാൻസ് കളിച്ച് വളരെ നല്ലൊരു എൻട്രി എപ്പിസോഡാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. എന്തായാലും ഈ 5 പേരും വളരെ നന്നായിട്ട് തന്നെ ഗെയിം കളിച്ച് പ്രേക്ഷകരെ രസിപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വന്നപ്പോൾ തൊട്ട് മസ്താനി രേണുവിനെ ടാർഗറ്റ് ചെയ്തിട്ടാണോ വന്നതെന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം രേണുവിന്റെ പുറകിൽ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുകയും രേണുവിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. മസ്താനി വന്നത് സ്വന്തമായിട്ട് കളിക്കാൻ അല്ലേ? അപ്പൊ സ്വന്തമായിട്ട് കളിച്ചങ്ങ് പോയാൽ പോരെ എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം ഇപ്പോൾ ഉയരുന്നത്. എനിവേ, മസ്താനി രേണുവിന്റെ പുറകിൽ നടക്കുന്നതായിട്ടാണ് നമുക്കിത് കാണുമ്പോൾ തോന്നുന്നത്. രേണു പൊതുവെ ആരുമായിട്ടും അധികം മിങ്കിൾ ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ഒരു അപവാദവും രേണുവിനെ കുറിച്ച് ഇപ്പോൾ പുറത്ത് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഉയരുന്നുണ്ടല്ലോ. മേ ബി മറ്റുള്ളവര് ഒക്കെ സാധാരണക്കാരല്ല, കുറച്ച് ഹൈ ലെവലിലുള്ള ആൾക്കാരാണ് എന്ന് തോന്നിയിട്ടാണോ രേണു ഇങ്ങനെ ഒതുങ്ങി കൂടുന്നത് എന്ന് നമുക്ക് സംശയം തോന്നും എപ്പിസോഡ്സ് കാണുമ്പോഴൊക്കെ. കാരണം രേണു അത്ര ആക്റ്റീവ് അല്ലാതെ ഇങ്ങനെ ഒതുങ്ങി ഒരു സൈഡിൽ കൂടാൻ ശ്രമിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. മേ ബി കുറച്ചും കൂടെ സാധാരണക്കാരെ പോലെ പെരുമാറുന്ന ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ രേണു മേ ബി കുറച്ചും കൂടെ ആക്റ്റീവ് ആയേക്കാമായിരിക്കും. ഓക്കെ, എനിവേ, ലൈവിൽ ഇപ്പോൾ ശരത്തും അനുമോളും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ കാണിക്കുന്നുണ്ട്. ശരത്തും അനുമോളും കൂടെ സംസാരിക്കുന്നു. അനുമോൾ ശരത്തിനോട് ഇങ്ങനെ പറയുന്നു, കണ്ടോ ഇപ്പോൾ കിച്ചണൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ? ഞാൻ കിച്ചണിൽ ഉണ്ടായിരുന്നപ്പോൾ എത്ര വൃത്തിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ അനുമോൾ ശരത്തിന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ശരത്ത് പറയുന്നു, അതൊക്കെ ശരിയാണ്, പക്ഷേ നീ കിച്ചണിൽ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല എന്ന് ശരത്ത് പറയുന്നു. അപ്പോൾ അനുമോൾ പറയുന്നു, ഞാൻ മനഃപൂർവ്വം ബഹളം ഉണ്ടാക്കുന്നതല്ല, മറ്റുള്ളവർ വന്ന് വഴക്കിനായിട്ട് വരുമ്പോൾ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ രണയെ കുറിച്ചിട്ടൊക്കെ അനുമോൾ ഇങ്ങനെ പറയുന്നു. അവര് വഴക്കിനായിട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കണോ? അങ്ങനെയൊക്കെ തുടർന്നിട്ടുള്ള ഒരു സംസാരമാണ് ലൈവിൽ കാണിക്കുന്നത് ശരത്തും അനുമോളും തമ്മിൽ. അതുപോലെ മസ്താനി പുറത്ത് നടന്ന കാര്യങ്ങൾ പലതും ഇപ്പോൾ അകത്ത് വന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യരുതെന്നുള്ളതാണ് ബിഗ് ബോസ് ഹൗസിലെ റൂള്. മസ്താനി എന്നാൽ അത് തെറ്റിച്ചുകൊണ്ട് പല കാര്യങ്ങളും അകത്ത് വന്നിട്ട് പറയുന്നുണ്ട്. സോ ഇപ്പോൾ റീസെന്റ് ഇവരൊരു പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ലൈവിൽ കാണിച്ചത്. അതിലും മസ്താനിയും അനീഷും തമ്മിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട്, ഇങ്ങനെ പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് പറയരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്ന് അനീഷ് ചോദിക്കുന്നു. എന്നാൽ മസ്താനി അതിനൊക്കെ മറുപടി ആയിട്ട് തർക്കുത്തരം പറയുന്നു. അങ്ങനെ അനീഷും മസ്താനിയും തമ്മിൽ അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുകയാണ്. അതുപോലെ രമ്യ നമ്പീഷിനെയും ജസ്റ്റിൻ വർഗീസിനെയും ഓണാഘോഷത്തോടനുബന്ധിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വിട്ടിരുന്ന കുറച്ച് രംഗങ്ങളാണ് കാണിച്ചത്. സോ അതിൽ ഇവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിരിക്കുകയും ഓണത്തിനെ പറ്റി സംസാരിക്കുകയും അതുപോലെ തന്നെ ആ ത്രികോണമധ്യ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടുകയും ഒക്കെ ചെയ്യുന്ന ചില രസകരമായിട്ടുള്ള രംഗങ്ങളായിരുന്നു. അതിൽ എല്ലാ മത്സരാർത്ഥികൾക്കും അവരുടെ ഓണത്തെ സംബന്ധിച്ചുള്ള ചില പ്രിയപ്പെട്ട ഓർമ്മകളെ കുറിച്ചിട്ട് അവിടെ സംസാരിക്കാനെന്ന് ബിഗ് ബോസ് ആവശ്യപ്പെടുന്നു. 1 മിനിറ്റ് നേരത്തെ സമയമാണ് കൊടുത്തിരുന്നത്. സോ അങ്ങനെ അവരെല്ലാവരും സംസാരിക്കുകയും അതിൽ രണയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നതും അതിന് സമ്മാനമായിട്ട് ഒരു ഓണത്തിന്റെ കിറ്റ്, പായസ കിറ്റോ അങ്ങനെ എന്തോ ആണ് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനത്തെ ചില നല്ല സന്തോഷം നിറഞ്ഞ ചില നിമിഷങ്ങളിലായിരുന്നു അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് രമ്യ നമ്പീഷിനും ജസ്റ്റിൻ വർഗീസും മറ്റു മത്സരാർത്ഥികളും എല്ലാവരും കൂടെ ചേർന്ന് നല്ലൊരു എപ്പിസോഡായിരുന്നത്. അപ്പോൾ അനീഷ് പറയുന്നു, മസ്താനി ഓരോ മണിക്കൂറും മസ്താനിയുടെ നിലവാരം കുറഞ്ഞു വരികയാണെന്ന് അനീഷ് മസ്താനിയോട് പറയുന്നു. അങ്ങനെ എന്തായാലും അവർ തമ്മിൽ നല്ലൊരു തർക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ്. അതുപോലെ ഇപ്പോൾ പ്രമോയിൽ വലിയൊരു വഴക്ക് നടക്കുകയാണ്. അനുമോളും ആര്യനും തമ്മിലാണ് പ്രമോയിൽ വഴക്ക് നടക്കുന്നത്. അതിൽ അനുമോൾ ജിസൈലിനും ആര്യനും എതിരെ ആരോപണങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അനുമോൾ പറയുന്നു, ജിസൈലിന്റെ ആര്യന്റെയും പല കാര്യങ്ങളും ഇവിടെ പറയാനുണ്ടെന്നും എന്നാൽ നിങ്ങൾക്ക് പുറത്തും ഒരു ജീവിതം ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊന്നും ഇവിടെ പറയാത്തതെന്നും അനുമോൾ പറയുന്നു. അത് കേട്ട് അനുമോൾക്ക് നേരെ പാഞ്ഞടുത്ത് വരികയാണ് ആര്യൻ. ദേഷ്യം കൊണ്ട് അടുത്തോട്ട് വരുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത്. സോ എന്താകും എന്ന് അറിയില്ല.
ഇനി വരുന്ന എപ്പിസോഡ്സിൽ കാണാം എന്താകും എന്നുള്ളത്. സോ എന്തായാലും അങ്ങനത്തെ ഭയങ്കരമായിട്ട് വലിയൊരു വഴക്ക് നടക്കുന്ന ഒരു പ്രമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എനിവേ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്. അതുപോലെ ആരായിരിക്കും അടുത്തതായിട്ട് എവിക്റ്റ് ആവാൻ പോകുന്നത് എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.